ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിഷുദിനാശംസകൾ. അപ്പോൾ ഇന്ന് രാവിലെ നടക്കാനൊന്നും പോയിട്ടില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നേ. അത് കാരണം പിന്നെ രാവിലെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്ത് അതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ അരിയും തേങ്ങ, പഞ്ചസാര, ഈസ്റ്റ്, ചോറ് എല്ലാം വെള്ളത്തിലിട്ട് സമം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കും. പിന്നെ അഡീഷണൽ വെള്ളം നമുക്ക് രാവിലെ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അത് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു 1-1.5 മണിക്കൂർ നമുക്കിതൊന്ന് പുളിച്ച് പൊങ്ങി വരാനായിട്ടൊന്ന് വെക്കണം. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഗ്രീൻ പീസ് കറിയാണ്. ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കറി ഉണ്ടാക്കണം. അപ്പോൾ കറി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഇതിവിടെ അടച്ച് വയ്ക്കാം. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ നമുക്ക് ആദ്യം തന്നെ ചായ കുടിക്കാറില്ല കേട്ടോ. രാവിലെ ജീരകവെള്ളം കുടിക്കും. കരിഞ്ജീരകവും നമ്മുടെ ചെറിയ ജീരകമില്ലേ അതും കൂടെ ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ചെറു ചൂടോട് കൂടി 1 ഗ്ലാസ് എല്ലാവരും കുടിക്കും. അത് കുടിച്ച് കഴിഞ്ഞിട്ടൊക്കെ ചായ ഇട്ട് കുടിക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചേട്ടായി പുറത്ത് സിറ്റൗട്ടിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടായിക്കുള്ളത് പുറത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ നമ്മുടെ രാവിലത്തെ ഒരു ചെറിയൊരു നമ്മുടെ പുറത്തുള്ള ഒരു വീഡിയോ ഞാൻ പകർത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ രാവിലെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനും സിറ്റൗട്ടിൽ തന്നെ ഇരുന്ന ചായ കുടിക്കുന്നത്. ഇന്നിപ്പം അനു ഇവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നപ്പോൾ ഞാനും അവിടെ തന്നെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രീൻ പീസ് കറിയാണ് പിന്നെ ഉണ്ടാക്കാനായിട്ട്. തേങ്ങ ചിരണ്ടണമായിരുന്നു. തേങ്ങ ചിരണ്ടി അരച്ചിട്ട് നമുക്ക് പിന്നെ കുക്കറിൽ ഞാൻ ഗ്രീൻ പീസിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റ് സവോള ഇത് 3ഉം കൂടെ ഇട്ടിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ തേങ്ങ ചിരണ്ടി എടുക്കുകയാണ്. തേങ്ങ ചിരണ്ടി നമുക്ക് അതിനുള്ള അരപ്പും കൂടെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ പീസിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് അതെല്ലാം നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് ഞാൻ തേങ്ങ ചിരണ്ടിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പെരിഞ്ചീരകം അല്പം ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി കറി തയ്യാറാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പച്ച മണമൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞും കൂടെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റണം. ഒരു 2 പച്ചമുളകും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് കറി വെക്കുന്നതിൻ്റെയും ഈ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ സവോളയല്ല തക്കാളിയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അല്പം ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇത് നാടൻ കോവയ്ക്കാണ്. ഇത് വടക്കേ വീട്ടിൽ നിന്ന് ചിപ്പിയുടെ വീട്ടിൽ നിന്ന് നമുക്ക് തന്നതാണ്. ഇനിയിപ്പോൾ ഇത് ഉച്ചയ്ക്ക് തോരൻ വയ്ക്കാൻ പോയാണ്. അപ്പത്തിനായിട്ട് അരച്ച് വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അപ്പം ചുട്ടെടുക്കുകയാണ്. പിന്നെ ഇവിടെ കറിയും കൂടെ റെഡിയാക്കാനായിട്ട് സവോള ഞാനൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണ് ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. അപ്പോൾ തക്കാളി നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയും ഒരു പിഞ്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടത് മിസ്സായിപ്പോയി കേട്ടോ. ഞാൻ പേരിന് മാത്രം അല്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. പിന്നെ മസാലപ്പൊടി എന്ന് വെച്ചാൽ ഗരം മസാലപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ അരപ്പ് ചേർത്തതിന് ശേഷമാണ് പൊടികൾ ഞാൻ ചേർത്തത്. അത് സ്കിപ്പായി പോയായിരുന്നേ. അപ്പോൾ അരപ്പൊന്ന് നന്നായിട്ട് അതിൽ കിടന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം.
അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിന് ശേഷമാണ് പിന്നെ ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമുള്ളത്ര വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടില്ലേ, അപ്പോൾ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഈ ഗ്രീൻ പീസ് വേവിച്ചതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ട്. അപ്പോൾ അത് ഞാൻ വെള്ളത്തോട് കൂടി തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഞാൻ പൊടികൾ ചേർത്താണ് കേട്ടോ. മസാലപ്പൊടി ചേർത്തത് മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു. മുളക് പൊടിയും 1 പിഞ്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അത് സ്കിപ്പായി പോയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു കടുക് താളിച്ച് അതിലേക്ക് ഒഴിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ കടുക് താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാപ്പൂടി എല്ലാം രാവിലത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കെന്ന് വെച്ചെന്നാൽ നമുക്ക് മീൻകറി വയ്ക്കാൻ വേണം. അപ്പോൾ ചോറ് അടുപ്പത്ത് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ തിളച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് റൈസ് കുക്കറിലേക്ക് മാറ്റണം. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ മീൻകറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉരുളിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. മൺചട്ടിയിലാണ് സാധാരണ വെക്കുന്നത്. നമുക്കൊരു വലിയ മൺചട്ടി ഉണ്ടായിരുന്നു മീൻകറി വെക്കുന്നത്. അപ്പോൾ ഞാൻ മീനെല്ലാം ക്ലീനാക്കിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചട്ടിയിൽ വെള്ളം ഒഴിച്ച് കഴുകിയപ്പോൾ തന്നെ താഴെ കൂടെ എന്തോ വെള്ളം കലിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ട്. അപ്പം കറി വെച്ച് കഴിയുമ്പോൾ ഇനി കറി എങ്ങാനും പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒരു റിസ്ക് എടുക്കണ്ടല്ലോ, അത് കാരണം ഞാൻ ആ ചട്ടി മാറ്റി വെച്ചിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചതാണ്. ഉരുളിയിലാകുമ്പോൾ നമുക്ക് കൂടുതൽ ഗ്രേവിയൊക്കെ ആയിട്ട് 2 നേരത്തെ കറിക്കൊക്കെ ആവുമല്ലോ. കൂടുതൽ കറിയാക്കാൻ വേണ്ടി തന്നെയാണ് വലിയ ഉരുളി വെച്ച് കൊടുത്തത്. അപ്പം ഞാനേ പൊടികളെല്ലാം ചേർത്തിട്ട് കുടംപുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല ഗ്രേവിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരമീനില്ലേ, അതാണ് കേട്ടോ 1/2 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുമൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒന്നുകൂടെ വെള്ളമൊഴിച്ച് കഴുകി എടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ സിലോപ്പി മീനാണ്. അത് ചേട്ടായിക്ക് ഈ കേര മീനൊന്നും കഴിക്കാൻ പാടില്ല. ഇപ്പോൾ പത്യമൊക്കെ ഉള്ളതുകൊണ്ട് കടൽ മത്സ്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ കായൽ മീനായ സിലോപ്പിയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതൊന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് പൊടിയും മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി, പച്ചമുളക്, വേപ്പില, പുളി, ഉപ്പ് എല്ലാം ഒക്കെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കണം. ഈ വീഡിയോ നേരത്തെ എടുത്തു വെച്ച വീഡിയോ, അതായത് ഒരു 3-4 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നേ. അപ്പോൾ ഞാനിത് വോയിസ് കൊടുക്കാനായിട്ട് കുറച്ച് വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നാളെ വിഷുവാണ്. ഇത് നമ്മൾ എല്ലാം വിഷുക്കണിക്കുള്ളതൊക്കെ ഒരുക്കുന്ന ദിവസങ്ങളൊക്കെ കൂടിയാണല്ലേ. പടക്കങ്ങളൊക്കെ വാങ്ങിക്കണം, പിന്നെ കണി ഒരുക്കാനുള്ളതൊക്കെ വാങ്ങാൻ പോകണം. അങ്ങനെ തിരക്കായ ദിവസമാണ് ഇന്നല്ലേ. കൂട്ടുകാരെല്ലാവരും തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിലോട്ടൊന്ന് വന്ന് വീഡിയോ കാണാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ കറികളെല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. തിളച്ച് കറിയെല്ലാം ഒന്ന് വറ്റി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിലോപ്പിയും കറിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. പൊള്ളിച്ചെടുത്തത്, കറിയല്ല പൊള്ളിച്ചെടുത്തത്. പിന്നെ അച്ചിങ്ങയാണ് മെഴുക്ക് വരട്ടാൻ എടുത്തത്. കോവയ്ക്ക് ഞാൻ വൈകിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും മോനും കൂടെ ഒന്ന് ചേർത്തലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ഊണ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ചേർത്തലയിൽ നമുക്ക് ഡോക്ടർ ഒന്ന് കാണാൻ പോകണം. ചേട്ടായിയെ കാണിക്കുന്ന ഡോക്ടറുടെ അടുത്ത് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. മെഡിസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസ നേരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.